ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. വീട്ടുപേര് തുണ്ടിയിൽ എന്ന് പറയും. ഇടുക്കി ജില്ലക്കാരനാണ്. കട്ടപ്പനയ്ക്കടുത്ത് നെല്ലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. വിവാഹിതനാണ്. 2 മക്കളുണ്ട്. ഞാനൊരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. എൻ്റെ ചെറുപ്പം മുതലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരു വിശുദ്ധനാകണമെന്നാണ്. ഇപ്പോഴും എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു വിശുദ്ധനാകണം. ഒരു വിശുദ്ധനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഞാൻ ചിന്തിച്ചു, ആണുങ്ങളാണെങ്കിൽ ഒരു വൈദികനാകണം, പെണ്ണുങ്ങളാണെങ്കിൽ ഒരു കന്യാസ്ത്രീ ആകണം. ഒരു കന്യാസ്ത്രീക്കും വൈദികനും മാത്രമേ വിശുദ്ധനാകാൻ സാധിക്കൂ എന്ന ഒരു ചിന്താഗതി എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലുള്ളതുകൊണ്ട് ഞാൻ ഒരു വൈദികനാകാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് 6ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ്സിന് ശേഷം എൻ്റെ പഠിത്തം പൂർത്തിയാക്കണമെങ്കിൽ 12ഓളം കിലോമീറ്റർ അകലെ കട്ടപ്പന എന്ന സ്ഥലത്ത് പോയി പഠിക്കണം. അന്നത്തെ കാലത്ത് അതിന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ 20 പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പഠനം പൂർത്തിയാക്കാമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 10 20 പൈസ എസ് ടി കാശ് ഉണ്ടെങ്കിൽ എൻ്റെ പഠനം പൂർത്തിയാക്കാം. അപ്പം വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 10 പൈസ തന്നേ മതി, ഒരു സ്ഥലത്തോട്ട് ഞാൻ ബസ്സിന് പൊക്കോളാം, ഒരു സ്ഥലത്തോട്ട് നടന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ്. ആ ആഗ്രഹം സാധിച്ചില്ല. 10 പൈസ പോലും തരാൻ വീട്ടിലില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരാഴ്ചയോളം പട്ടിണി കിടന്നൊന്ന് പ്രതിഷേധിച്ച് നോക്കി. എന്നിട്ടും എന്നെ സ്കൂളിൽ വിട്ടില്ല. ഇതെന്നെ വലിയ നിരാശയിലേക്ക്, രോഗത്തിലേക്ക് എന്നൊക്കെ നയിച്ചെന്ന് വേണേൽ പറയാം. വീണ്ടും ഞാൻ വിവാഹിതനായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ 2-3 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധരെല്ലാം ശക്തി പ്രാപിച്ചത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധരുടെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധ കുർബാനയായിരുന്നു. വിശുദ്ധ പാദ്രോപ്പിയോ എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. അദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ കുർബാന ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. മനസ്സിലായോ? വിശുദ്ധ കുർബാന ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. പാദ്രോപ്പിയോ പറയുന്നു, ലോകം സൂര്യനില്ലാത്ത അവസ്ഥയിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും, പക്ഷേ പരിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയെന്ന. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നേ ദിവസം വരെയും പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പം വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടാണ് വിശുദ്ധരെല്ലാം മുന്നേറിയത്. ഞാൻ ഓർക്കുന്നു, നമുക്കൊക്കെ പണ്ട് കേരളത്തിലെ ഈ കാലഘട്ടങ്ങളിൽ കറണ്ട് കട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ കറണ്ട് ഇല്ലാതിരിക്കാൻ നമ്മൾക്ക് എന്തോരം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അറിയാം, അരമണിക്കൂർ പോലും വെളിച്ചമില്ലാതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ പാദ്രോപ്പിയോ പറയുന്നത്, സൂര്യൻ ഉദിച്ചില്ലെങ്കിലും വെളിച്ചമില്ലെങ്കിലും ജീവിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ ഈ വിശുദ്ധനെ എപ്പോഴും ഓർക്കും. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, വിശുദ്ധരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോയിരുന്നു. ഏത് വിശുദ്ധരെ എടുത്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവരെല്ലാം അമ്മയോട് ചേർന്ന് പോയിരുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോയിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഞാൻ ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ ഇന്ന് വരെയും ഏറ്റവും കുറഞ്ഞതൊരു 10 ജപമാലയെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ ഓർക്കുന്നു, ഈ ജപമാല പ്രാർത്ഥനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ലുത്തിനിയാൽ നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു: സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാൻ പറ്റിയല്ല. സകല വിശുദ്ധരുടെയും രാജ്ഞി എന്ന് വിളിക്കുമ്പം തങ്കച്ചൻ്റെ രാജ്ഞി,
തങ്കച്ചന് വിശുദ്ധനാകണമെങ്കിൽ എനിക്ക് അമ്മയുടെ ആവശ്യമുണ്ട്. അപ്പം അമ്മയെ മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 23ഓളം പുസ്തകങ്ങൾ എഴുതാൻ കർത്താവ് കൃപ തന്ന് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ എന്നൊക്കെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടും. അമ്മയോട് ചേർന്ന് നിൽക്കുക. നമ്മളൊക്കെ പാപികളാണോ? പാപികളുടെ ആശ്രയമേ. നമ്മളൊക്കെ രോഗികളാണോ? രോഗികളുടെ സങ്കേതമേ. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൻ്റെ രാജ്ഞി. ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് കയറുമ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, വിശുദ്ധരുള്ള സഭയോട് ചേർന്ന് പോയിരുന്നു. ഇത് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. വിശുദ്ധരുള്ള സഭയോട് ചേർന്ന് പോയിരുന്നു. നമുക്ക് ഈ കാലഘട്ടങ്ങളെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരും വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ളവരും കാണും. സഭയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്: സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തങ്കച്ചൻ ചിന്തിക്കാറുണ്ട്, സഭയ്ക്ക് പുറത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നേക്കാളും തങ്കച്ചൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കുള്ളിൽ ഒരു പാപിയായിട്ട് കഴിയാനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. സഭയ്ക്ക് പുറത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നേക്കാളും തങ്കച്ചൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കുള്ളിൽ ഒരു പാപിയായിട്ട് കഴിയാനാണ്. കാരണം ഈ സഭയിൽ നിന്നാണ് നമുക്ക് കൃപകളും ആ നന്മകളും സൗഭാഗ്യങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പം വിശുദ്ധരുള്ള സഭയോട് ചേർന്ന് പോയിരുന്നു, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പോയിരുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോയിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ തൊഴിൽ തെങ്ങുകയറ്റമാണെന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ തെങ്ങുകയറ്റ പണിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ തൊഴിലിന് ഞാൻ ഇറങ്ങുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം എൻ്റെ ഇടവകയിൽ ഒരു പ്രത്യേകതയുണ്ട്. വൈകുന്നേരം 4:30 കുർബാന. അപ്പോൾ ഞാൻ അകലെ 10ഓളം കിലോമീറ്റർ അകലെ നടന്നു പോയി കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ എൻ്റെ തൊഴിലിനായിട്ട് ഇറങ്ങുന്നത്. എൻ്റെ തൊഴിലിനൊരു പ്രത്യേകതയുണ്ട്. ഈ തെങ്ങുകയറ്റ തൊഴിൽ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് തെങ്ങേ കയറണം. ഞാൻ യന്ത്രം ഉപയോഗിച്ചല്ല തെങ്ങേ കയറുന്നത്, കയറുകൊണ്ട് തായ്പിൽ കെട്ടിയാണ് തെങ്ങേ കയറുന്നത്. അപ്പം വെയിൽ വന്ന് തെങ്ങ് ചൂടായി കഴിഞ്ഞാൽ തെങ്ങേലും കവുങ്ങേലും കയറും കേട്ടോ. ഈ തെങ്ങും കവുങ്ങും ചൂടായി കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്നവർ വെളുപ്പിനെ തന്നെ പണിക്കിറങ്ങി 10 മണിയാകുമ്പോഴത്തേക്ക് അവരുടെ പണി തീർക്കും. ഞാനീ അകലെ പള്ളിയിൽ പോകുമ്പോഴേ 10 മണിയാകുമ്പോഴോ എനിക്ക് വരാൻ പറ്റുള്ളൂ. എൻ്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു, തങ്കച്ചാ നീ ഒരു കാര്യം ചെയ്യ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം നിർബന്ധമാണെങ്കിൽ തന്നെ നീ വൈകുന്നേരം വെള്ളിയാഴ്ച നിൻ്റെ ഇടവകയിൽ കുർബാനയുണ്ടല്ലോ, നീ രാവിലെ ഒന്ന് പണിക്കിറങ്ങി നോക്കി, എന്നിട്ട് വൈകുന്നേരം കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാനങ്ങ് പ്രകാരം ചിന്തിച്ചു. രാവിലെ പണിക്കിറങ്ങി വൈകുന്നേരം 4:30 കുർബാനയ്ക്കായിട്ട് എൻ്റെ പള്ളിയിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുക. എൻ്റെ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയുടെ അവിടെ ആ കോൺവെൻറ്റിലെ സിസ്റ്റർമാർ കുറേ പിള്ളേരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 4:30 കുർബാനയില്ല. അച്ഛന് പെട്ടെന്ന് എന്തോ രോഗം വന്ന് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. കുർബാനയില്ല, നിങ്ങളെല്ലാം തിരിച്ചു പൊക്കോളാനാണ് പറയുന്നത്. കുർബാന ഇല്ല എന്നുള്ളത് കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ പള്ളിയിലേക്ക് കയറി പോകുക, ആൾക്കാർ ചോദിച്ചു, തങ്കച്ച കുർബാനയില്ല, അച്ഛനും ഇല്ല, നീ എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടോ വരുവുള്ളൂ. അതെൻ്റെ ഒരു ഉറപ്പാണ് കേട്ടോ. ഞാൻ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയുടെ വാതിലുകൾ മൊത്തം അടച്ചിട്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് പെണ്ണിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ചിന്ത, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ഭാഗമുണ്ട്. യാക്കോബ് ദൈവദൂതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടിയല്ല. ആ നിമിഷം ഞാൻ ആ പള്ളിയുടെ പടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഈ നിമിഷം ഇവിടെ ഒരു പുരോഹിതനെ വരുത്തി പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാതെ തങ്കച്ചൻ ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മാറിയല്ല. ഇതെൻ്റെ ഉറച്ച ഒരു വിശ്വാസം കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ നിമിഷം എൻ്റെ ഉള്ളിലേക്കൊരു സ്വരം വരുവാണ്, മോനെ നീ പെട്ടെന്ന് ഓടി റോഡിലേക്ക് ഇറങ്ങിക്കോളാനാണ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചിലരോട് ചില സ്വരങ്ങളിലൂടെ ആയിരിക്കും, ചിലരോട് ചില തോന്നലുകളോടെ ആയിരിക്കും. ഞാൻ സംശയിച്ചില്ല. ഞാൻ ഓടി റോഡിലേക്ക് ഇറങ്ങി ചെല്ലും. എൻ്റെ മുന്നിൽ പെട്ടെന്നൊരു ബൈക്ക് വന്ന് നിന്നു. ആ ബൈക്കിൽ നിന്നൊരു അച്ഛനായിരുന്നു. അച്ഛൻ ഇറങ്ങി. ഞാനും അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, തങ്കച്ചൻ പള്ളിയിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, തങ്കച്ച, എല്ലാ ദിവസവും കുർബാന തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് എങ്ങനെയാണോ മണി അടിക്കുന്നത്, അതുപോലെ തങ്കച്ചൻ ഒരു മണി അടിച്ചേക്കാൻ പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുർബാന തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അടിക്കുന്ന മണി എങ്ങനെയാണെന്ന് അന്ന് വരെ എനിക്ക് അറിയത്തില്ല. 1 മണിയാണോ 2 മണിയാണോ എന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ ഓർത്ത് 1 മണി ആയിരിക്കും. എൻ്റെ സന്തോഷത്തിന് അതിരില്ല. ഞാൻ മണിക്കേറി പിടിച്ച് ആഞ്ഞു വലിച്ചു. 1 മണിയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. ഈ മണി അടിച്ചിട്ട് കയറേന്ന് വിടരുത് കേട്ടോ. ഒരു പ്രത്യേകതയുണ്ട്, കപ്പ്യാർമാർക്കും അതിൻ്റെ ബാലൻസ് അറിയാത്ത. മണി അടിച്ചു കഴിഞ്ഞ് ഉടനെ കയറേന്ന് വിട്ട് കഴിഞ്ഞാൽ ആ കയറ് ചെന്ന് രണ്ടാമത് 2 മണിയായിട്ട് രൂപാന്തരപ്പെടും. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച 1 മണിയാണെങ്കിലും 2 മണിയായിട്ട് രൂപാന്തരപ്പെട്ടു.
ഉടനെ കപ്പ്യാർ ഓടി വന്നു. ഞാൻ അറിയാതെ ആരാ പള്ളിയിൽ മണിയടിക്കുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തങ്കച്ചന് വേണ്ടി അന്ന് ആദ്യം ഒരു ബലി അർപ്പിക്കപ്പെടുമായിരുന്നു. ഇതിനുശേഷം തങ്കച്ചൻ ഒരിക്കലും രണ്ടാമത്തെ കുർബാനയ്ക്കായിട്ട് കാത്തു നിൽക്കാറില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് എൻ്റെ തൊട്ട് അയലോക്കത്ത് നിന്നൊരു പെങ്കൊച്ചനെ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് കല്യാണം കെട്ടിച്ച് വിടുക. അപ്പം വീട്ടുകാരനെ കല്യാണത്തിന് വിളിച്ചപ്പം പറഞ്ഞ് 5:30 തങ്കച്ച നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. ഞാൻ പറഞ്ഞ് പരിശുദ്ധ കുർബാന മുടക്കിയിട്ട് മാത്രം ഒരു കല്യാണത്തിന് ഞാനില്ല. അവരെന്നോട് ചോദിച്ചു, നീ ഇത്ര മണ്ടനാണോടാ, കുർബാന ഇല്ലാതെ കല്യാണം നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാനൊരു മണ്ടനാണല്ലോ, കല്യാണത്തോടു കൂടിയാണല്ലോ കുർബാന തുടങ്ങുന്നത്. എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഉള്ളിലൊരു സ്വരം പറയുവാണ്, ഇന്ന് കല്യാണ കുർബാന തങ്കച്ച മോനെ നിനക്ക് കാണാൻ പറ്റിയെന്നൊരു സ്വരം ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും ഞാൻ പോകുവാണ്. 5:30 ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. 150 പേരാണ് യാത്രയ്ക്ക് പോകുന്നത്, കല്യാണത്തിന് പോകുന്നത്. 3 ബസ്സും കുറേ ചെറിയ വാഹനങ്ങളും ഉണ്ട്. പെണ്ണിനെ മാത്രം തലേദിവസം ഒരു ബന്ധുവീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുക. വീട് ഒത്തിരി ചെറുക്കൻ്റെ വീട് അകലമായുണ്ട്. ഞങ്ങളുടെ വണ്ടി തൊടുപുഴയ്ക്കടുത്ത് വെച്ച് കേടായി. വണ്ടി മുന്നോട്ട് പോകുകയില്ല. 10:30 കല്യാണ കുർബാന പറഞ്ഞിരിക്കുന്നത്. പെണ്ണിനെ മാത്രം തലേദിവസം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ അപ്പനും അമ്മയും ആങ്ങളമാരും സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ലാതെ 10:30 തന്നെ തൂങ്കുഴി പിതാവാണ് ഈ വിവാഹം ആശീർവദിച്ച് കുർബാനയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പം കാണുന്ന ഭാഗം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടേക്കും. 1 മണിയായി ഞങ്ങൾ ചെല്ലുമ്പം. പെണ്ണിൻ്റെ അപ്പനും അമ്മയും ആങ്ങളമാരും സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നുമില്ലാതെ ആ കല്യാണം പിതാവ് ആശീർവദിച്ച് പിതാവ് മറ്റ് പ്രോഗ്രാമിന് പോവുകയും ചെയ്ത് ഞാൻ പെട്ടെന്ന് കൈ കഴുകി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും. എന്തുകൊണ്ട് രാവിലെ അങ്ങനെ ഒരു സ്വരം കേട്ടിട്ട് എന്തുകൊണ്ട് പോയെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. ഞാൻ അന്ന് 2 കുർബാനയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ഏതെങ്കിലും കാരണവശാൽ ഈ കല്യാണ കുർബാന നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ആശ്രമത്തിൽ വെച്ച് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ഞാൻ നവീകരണ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നപ്പോൾ വചനോത്സവം എന്ന് പറയുന്ന മാസിക എടുത്ത് വിതരണം ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ പോട്ടെ ആശ്രമത്തിൽ വെച്ചുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കല്യാണ കുർബാന നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ആശ്രമത്തിൽ ചെന്ന് കുർബാനയിൽ പങ്കെടുക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോട്ടെ ആശ്രമത്തിലേക്ക് ഓടി ചെല്ലുക. അവിടെ ചെന്നപ്പോഴേ അന്നവിടെ ഇരിക്കുന്ന ഡയറക്ടർ അച്ഛൻ ഫാദർ ആൻ്റണി തേക്കാനത്ത് എന്ന് പറഞ്ഞ അച്ഛന് ഞാനൊരു സ്തുതി കൊടുത്തിട്ട് ചോദിച്ചു, അച്ഛാ കുർബാനയോടുകൂടിയല്ലേ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അച്ഛൻ പറയുക, മോനെ ഇന്ന് കുർബാനയില്ല. ആ നിമിഷം ഞാൻ അവിടെ ഒന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണീര് വന്നു. അച്ഛൻ ചോദിച്ചു, തങ്കച്ചൻ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞ, അച്ഛാ ഞാനിന്ന് കുർബാനയിൽ പങ്കെടുത്തില്ല. അച്ഛൻ എൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു, പൊന്നു മോനെ നീ കരയണ്ട, ഇന്ന് ഞായറാഴ്ചയൊന്നും അല്ലല്ലോ, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു, അച്ഛാ എല്ലാ വർഷവും പ്രേക്ഷിത കൂട്ടായ്മ കുർബാനയോടുകൂടിയാണ് തുടങ്ങുന്നത്, ഇന്ന് എന്തുകൊണ്ടാണ് കുർബാന ഇല്ലാത്തത്? അപ്പോൾ അച്ഛൻ എന്നോട് പറയുവാണ്, മോനെ നിങ്ങളെ 400 പേരെയാണ് ഇവിടെ പ്രതീക്ഷിച്ചത്, ഇപ്പോൾ തന്നെ നിങ്ങൾ 800 പേര് വന്നു കഴിഞ്ഞ്. ഈ 800 പേരെ വെച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഇവിടെ നടക്കുകയില്ല, നിങ്ങളെല്ലാം ഡിവൈനിലേക്ക് കൊണ്ടുപോകുക. ഡിവൈൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ മനസ്സിലാക്കി, ഡിവൈൻ ധ്യാന സെൻ്ററിൽ 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്ന സ്ഥലമാണ്. 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്നിടത്ത് 7 ഭാഷകളിൽ കുർബാനയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെയെങ്കിൽ ഞാൻ ഡിവൈനിലേക്ക് പൊക്കോട്ടെ, അവിടുന്ന് ഏത് മലയാള കുർബാന വേണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു കുർബാനയിൽ പങ്കെടുത്താൽ മതി. ഉടനെ അച്ഛൻ എന്നോട് പറയുവാണ്, പോകാൻ പാടില്ല. ഞാൻ ചോദിച്ച, അച്ഛാ എന്തുകൊണ്ടാണ് പോകാൻ പാടില്ലാത്തത്? അച്ഛൻ പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരുടെ ഡിവൈനിലേക്ക് അങ്ങനെ വിടുന്നില്ല, ഞങ്ങൾ നിങ്ങളെ വാഹനത്തിന് എല്ലാവരെയും ഒരുമിച്ചാണ് കൊണ്ട് വിടുന്നത്. തന്നെയുമല്ല, ആദ്യം പിതാവിൻ്റെ ഒരു സന്ദേശമാണ്. പിതാവിൻ്റെ സന്ദേശം വളരെ പ്രാധാന്യമുള്ളതാണ്. ഉടനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വന്നു, അനുസരണം ബലിയേൽക്കാ ശ്രേഷ്ഠവാ. മോനെ തങ്കച്ച, നീ അച്ഛനെ അനുസരിക്കാനാണ് പറയുന്നത്. ഉടനെ ഞാൻ അച്ഛന് സ്തുതി കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ മുറിയിൽ നിന്നിറങ്ങി ഒരു കൊച്ചു ചാപ്പൽ അവിടെ കണ്ടു. ആ ചാപ്പലിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈശോയോട് പ്രകാരം പ്രാർത്ഥിച്ചു. യാക്കോബും ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടന്ന ചിത്രം എൻ്റെ മുമ്പിൽ കടന്നു വന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ അഭിഷിക്തനിലൂടെ നീ പറഞ്ഞത് ഞാൻ കേട്ടു, ഇനി ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുക, അത് നീയും കേൾക്കണം. എന്നോട് ഡിവൈനി കുർബാനയ്ക്ക് പോകണ്ടെന്നല്ലേ അവിടുത്തെ പ്രിയപ്പെട്ട അഭിഷിക്തനിലൂടെ ഈശോ എന്നോട് പറഞ്ഞത്? ഞാൻ കേട്ടു. ഞാൻ ഡിവൈനി കുർബാനയ്ക്ക് പോകുന്നില്ല, ഞാൻ ഈ നിൽക്കുന്ന ഈ കൊച്ചു ചാപ്പലിൽ ഈ നിമിഷം നീ ഒരു പുരോഗതിനെ വരുത്തി ഇവിടെ ഒരു പരിശുദ്ധ കുർബാനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി തരാതെ തങ്കച്ചനെ ഈ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുകയല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ വലിയൊരു അത്ഭുതം നടക്കുവാണ്. ഞാനിത് പ്രാർത്ഥിച്ച് തീർന്ന നിമിഷം ഞാൻ നോക്കുമ്പം ഒരു 50ഓളം പിള്ളേർ ഈ കൊച്ചു ചാപ്പലിലേക്ക് കയറി വരുന്നു. ഒരു കൊച്ചിനോട് ഞാൻ ചെന്ന് ചോദിച്ചു, മോളെ ഇവിടെ എന്നതാ നടക്കുന്നത്? ഉടനെ ആ കൊച്ചു പറയുവാണ്, ഇവിടെ ഉടനെ ഒരു മാസ് നടക്കാൻ പോവാന്നാണ് പറഞ്ഞത്. ആ പിള്ളേർ കയറി വന്നതിൻ്റെ തൊട്ട് പുറകെ ഒരു കൊച്ചച്ഛൻ കയറി വരുന്നു. ആ കൊച്ചച്ഛൻ കയറി വന്നു. ഞാൻ അനുവാദം ചോദിക്കാൻ പോയ അച്ഛൻ്റെ മുറിയിലേക്ക് കയറി വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരിച്ച് ദേവാലയത്തിലേക്ക് കയറി വരുന്നു. തങ്കച്ചന് വേണ്ടി അവിടെ ഒരു ബലിപ്രദക്ഷിണം നടക്കുകയായിരുന്നു.
ഈ പരിശുദ്ധ കുർബാന നേരത്തെ ആസൂത്രണം ചെയ്ത കുർബാനയല്ല. നേരത്തെ ആസൂത്രണം ചെയ്ത കുർബാനയായിരുന്നെങ്കിൽ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഞാൻ കരഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞേനെ, മോനെ നീ വിഷമിക്കേണ്ട, ഈ ചാപ്പലിൽ ഇപ്പം കുർബാനയുണ്ടെന്ന് പറഞ്ഞേനെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്താൻ ഒരു നിമിഷം മതി. ഞാൻ പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കും. ഞാൻ ഈ കുറേയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഫോൺ നമ്പർ നോക്കി ആൾക്കാർ ഒത്തിരി പേരെന്നെ ഫോൺ വിളിക്കാറുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്കച്ചൻ ചേട്ടൻ ഈശോയുടെ എന്നാ ചോദിച്ചാലും കിട്ടും, ഞങ്ങൾക്ക് ഈ കാര്യം മേടിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഒരു ദിവസം ഞാൻ തെങ്ങുകയറ്റ തൊഴിലായിരുന്നു. ഞാൻ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുമ്പോഴാണ് ഒരു അമ്മച്ചി എന്നെ ഫോൺ വിളിക്കുന്നത്. ഞാൻ ഫോൺ എടുത്ത് നോക്കി ഒരു അമ്മച്ചിയാണെന്ന് മനസ്സിലായി. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ്, ഈ അമ്മച്ചിമാർ സംസാരിക്കാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്, മോനെ എനിക്കൊരു പനിയാടാ, നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഈ അമ്മച്ചി കഴിഞ്ഞതും എല്ലാം കൂടെ കൂട്ടി 1/2 മണിക്കൂർ കൊണ്ടല്ല പറഞ്ഞു തീർക്കുകയില്ല. ഈ അമ്മച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ തെങ്ങിൻ്റെ മണ്ടയിലാണ്, 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ താഴെ ഇറങ്ങും, താഴെ ഇറങ്ങിയിട്ട് അമ്മച്ചി കാര്യം പറഞ്ഞാൽ മതി. ഉടനെ അമ്മച്ചി പറയുക, അങ്ങനെ അല്ലടാ മോനെ, നീ തെങ്ങിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, തെങ്ങിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന പെട്ടെന്ന് സ്വർഗത്തിലെത്തുമെന്ന് അമ്മച്ചി പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമ്മച്ചിയുടെ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ഒരു കൈ തെങ്ങ കെട്ടിപ്പിടിച്ചുകൊണ്ടും ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചു. ആ നിമിഷം അമ്മച്ചിയുടെ കാര്യം സാധിച്ചു. അമ്മച്ചി ഇന്നും പറയുന്നത്, തങ്കച്ചൻ തെങ്ങിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാ പ്രാർത്ഥന കേട്ടെന്നാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അമ്മച്ചി ഇത് പറഞ്ഞതിനെ ഞാൻ ചിന്തിക്കാറുണ്ട്, വിമാനത്തെ പോകുന്നവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. വിമാനത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ എത്രയോ പെട്ടെന്ന് പ്രാർത്ഥന സ്വർഗത്തിലെത്തും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ പ്രാർത്ഥനയും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലമല്ല പ്രാർത്ഥന. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഇടവകയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് ഞാൻ ചെന്നു. 6:30 ഞാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ കുർബാനയില്ലെന്ന്. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ എന്തുകൊണ്ടാണ് കുർബാനയില്ലാത്ത? അച്ഛൻ എന്നോട് പറയുവാണ്, മോനെ ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ ഇന്ന് നേരം വെളുത്ത് 6 മണി വരെ ഞാനും മിഷി ലീഗ് പിള്ളേരും കൂടെ കപ്പവാട്ടായിരുന്നു. കപ്പവാട്ട് കഴിഞ്ഞപ്പോൾ നേരം വെളുത്തു 6 മണിയായി, കറണ്ടില്ല, വെള്ളമില്ലാതെ ഞാൻ എങ്ങനെ കുളിക്കും, കുളിക്കാതെ എങ്ങനെ ബലിയർപ്പിക്കും? ഞാൻ ആ ഈശോയോട് അവിടെ നിന്ന് ചോദിച്ചു, ഈശോയെ ഞാൻ എവിടെ കുർബാനയ്ക്ക് പോകും? എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ്, വാടവരപ്പള്ളിയിലേക്ക് ഓടിക്കോളാനാണ് പറയുന്നത്. വാടവരപ്പള്ളി എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ അകലെയാണ്. വാടവരപ്പള്ളിയിലും എൻ്റെ പള്ളിയിലും ഒരേ സമയത്താണ് കുർബാന. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വാടവരപ്പള്ളിയിലേക്ക് ഓടിച്ചെന്നു. സാധാരണ രീതിയിൽ കുർബാന കഴിഞ്ഞ് കപ്പ്യാർ പള്ളി അടച്ചിട്ട് പോകേണ്ട സമയമായി. അന്ന് തങ്കച്ചൻ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കാലെടുത്ത് കുത്തിക്കഴിഞ്ഞപ്പോഴാണ് അന്ന് ആ പെസഹ തുടങ്ങുന്നത്. വാടവരപ്പള്ളിയുടെ ചരിത്രത്തെ പോലും മാറ്റിക്കുറിച്ചുകൊണ്ട് അന്നത്തെ കുർബാന മാറ്റിവെച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈശോയുടെ എനിക്കുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങളോട് ഈ പങ്കുവെക്കുന്നത്. മറ്റൊരു ദിവസം വാടവരപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകുക. എൻ്റെ ഇടവകയിൽ കുർബാനയില്ല. വാടവരെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെയും കുർബാനയില്ല. ഈശോയോട് ഞാൻ ചോദിച്ചു, എവിടെ പോകും? എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരമാണ്, ഇരട്ടയാർ പള്ളിയിലേക്ക് ഓടിക്കോളാനാണ് പറഞ്ഞത്. ഇരട്ടയാർ പള്ളി എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ അകലെയാണ്. 6 കിലോമീറ്റർ ഓടി വാടവരപ്പള്ളി വന്നപ്പം ഇരട്ടയാർ പള്ളിയിലേക്ക് ഓടി 2 കിലോമീറ്റർ ഓടി ഒരു വീടിൻ്റെ മുൻപിൽ ചെന്ന് തളർന്നു വീണു. പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഞാനൊരു ഫോൺ വിളിച്ച് ഒരു ജീപ്പ് വരുത്തി ഇരട്ടയാർ പള്ളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇരട്ടയാർ പള്ളിയുടെ തൊട്ട് താഴെ വന്നപ്പം അമ്മച്ചിമാരെല്ലാം കൂടെ കുർബാനയും കഴിഞ്ഞ് ജപമാലയും ചൊല്ലിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പരിഹാസത്തോടെ ഡ്രൈവർ എന്നോടൊരു കാര്യം ചോദിച്ചു, ഇനി പള്ളിയിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, പള്ളിയിലേക്ക് പോയിട്ട് കാര്യമുണ്ട്, നിങ്ങൾ വണ്ടി പള്ളിയുടെ മുറ്റത്തോട്ട് കയറ്റാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വണ്ടി പള്ളിയുടെ മുറ്റത്തോട്ട് കയറ്റി തങ്കച്ചന് വേണ്ടി അവിടെ ഒരു ബലിയർക്കം ഒരുക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു വ്യക്തി നൽകുന്ന വില അനുസരിച്ച് അവനെ ദൈവം ഉയർത്തുന്നത്. അന്നത്തെ എൻ്റെ കുർബാനയുടെ വില നിങ്ങൾക്ക് കേൾക്കണോ? 10 പൈസ ഇല്ലാതെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത്. ഒരു തെങ്ങ അന്നത്തെ കാലത്ത് കയറിയ കിട്ടുന്ന എനിക്ക് 7 രൂപയാ. 1 രൂപ പോലും എനിക്കില്ല. പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം 12 തെങ്ങ കയറിയിട്ടാണ് ഞാൻ വണ്ടിക്കാരന് 80 രൂപ കൊടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ കുർബാന നിസാര കാര്യങ്ങൾക്ക് വേണ്ടി മുടക്കുന്നവർ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. ഒരു കൊച്ചു തലവേദന വന്നേ പരിശുദ്ധ കുർബാന മുടക്കുന്നവരുണ്ട്. ചെറിയൊരു മഞ്ഞ് വന്നേ പരിശുദ്ധ കുർബാന മുടക്കുന്നവരുണ്ട്. ചെറിയൊരു മഴ വന്നേ പരിശുദ്ധ കുർബാന മുടക്കുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ മക്കളുടെ ട്യൂഷന് വേണ്ടി പിള്ളേരുടെ കുർബാന മുടക്കുന്നവർ ഈ ദേവാലയത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, തങ്കച്ചൻ ചേട്ടാ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, തങ്കച്ചൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നവർക്ക് അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല, എന്തുകൊണ്ടാ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തതെന്ന് ഒരു സംഭവത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. എൻ്റെ ഇടവകയിൽ എന്നും പള്ളിയിൽ പോകുന്ന ഒരു അമ്മച്ചിയുണ്ട്. ഈ അമ്മച്ചി ഞാനും കൂടെ ഒരു ദിവസം എൻ്റെ ഇടവകയിൽ കുർബാന ഇല്ലാഞ്ഞിട്ട് 10-ാം മൈൽ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. 10-ാം മൈൽ പള്ളി പൊയ്ക്കൊണ്ടിരിക്കും വഴിക്ക് വെച്ച് ഈ അമ്മച്ചിയോട് വേറൊരു അമ്മച്ചി വഴക്കുണ്ടാക്കി. അപ്പോൾ ഈ അമ്മച്ചി മറ്റേ അമ്മച്ചിയോട് പറയുക, എടി
ഇതിൻ്റെ ബാക്കി പറയാൻ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അല്ലായിരുന്നെങ്കിൽ നിന്നോട് ഇതിൻ്റെ ബാക്കി പറഞ്ഞേനെ, തിരിച്ചു വരുമ്പം ബാക്കി പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തതിൻ്റെ കാരണങ്ങൾ ഒന്നെന്നാണെന്നറിയാവോ? തിരിച്ചു വരുമ്പം ബാക്കി പറയാനാ നമ്മൾ പള്ളിയിൽ പോകുന്നത്. ഞാനും അമ്മച്ചയും കൂടെ പള്ളിയിൽ പോയി. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് സമയത്ത് ആ ദേവാലയത്തിൽ നിന്നൊരു പാട്ട് ഞാൻ കേട്ടു. ആ പാട്ട് ഇങ്ങനെയാണ്: നീ എൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അപ്പം ഞാൻ ഓർത്ത്, ഈ അമ്മച്ചി പറഞ്ഞ ഡയലോഗും ഈ പാട്ടുമായിട്ട് ചേരുന്നില്ല. ഈ പാട്ടിൻ്റെ അകത്ത് പറയുന്നത് നീ എൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതല്ല അകലുമെന്നാണ് ഈ പാട്ടിൻ്റെ അകത്ത് പറയുന്നത്. അമ്മച്ചി പറയുന്നത് തിരിച്ചു വരുമ്പം ബാക്കി പറയാമെന്നാ. ഞാൻ തിരിഞ്ഞു നോക്കി, ഈ അമ്മച്ചി പാട്ട് പാടുന്നുണ്ടോ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പം അമ്മച്ചിയും പാടുന്നു: നീ എൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അർത്ഥം അറിയത്തില്ലാതെ ഒത്തിരി പാട്ട് പാടുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ ഇടവകയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുക. കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഗായക സംഘം പാട്ട് പാടുന്നു. ഗായക സംഘത്തോടൊപ്പം ഞാനും പാട്ട് പാടി. ആ പാട്ട് ഇപ്രകാരമാണ്: അങ്ങൻ മുൻപേ പോയാൽ ഫലമെവിടെ, ആത്മം നഷ്ടമായാൽ ഭയമെവിടെ. ഇങ്ങനൊരു പാട്ടുണ്ടോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരെന്നുള്ള പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങൻ മുൻപേ പോയാൽ ഭയം എവിടെയെന്നാ പാടേണ്ടത്, ആത്മനഷ്ടമായാൽ ഫലം എവിടെയെന്നാ പാടേണ്ടത്. ഗായക സംഘത്തോടൊപ്പം തങ്കച്ചനും പാടി: അങ്ങൻ മുൻപേ പോയാൽ ഫലമെവിടെ. എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വന്ന്: തങ്കച്ച, പൊന്നു മകനെ, കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന തങ്കച്ച, നീ എന്നതാടാ ഈ പാടുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്ലാസ്സിന് ശേഷം ഗായക സംഘത്തിലെ സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു: സിസ്റ്ററെ, എന്നതായിരുന്നു സിസ്റ്ററെ പാടിയത്? ഓ, അങ്ങനെയാണോ പാടിയത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറിയത്തില്ലാതെ നമ്മൾ പല കാര്യങ്ങളും പാടുന്നു, പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ അമ്മച്ചിയെക്കുറിച്ച് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു: ഈ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് കാര്യമുണ്ടോ? തിരിച്ചു വരുമ്പോൾ ബാക്കി പറയാൻ പോയിട്ട് കാര്യമുണ്ടോ? ഉടനെ ഈശോ എന്നോടൊരു കാര്യം പറയുവാണ്: പൊന്നു മകനെ തങ്കച്ച, നീയും ഈ അമ്മച്ചിയെ പോണക്ക് തന്നെയാ. ഞാൻ ചോദിച്ചു: ഈശോയെ എന്നതാ? ഞാൻ ഈ അമ്മച്ചി ഞാനുമായിട്ട് തന്നെ ബന്ധം, ആരോടെങ്കിലും ഞാൻ വഴക്കുണ്ടാക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിലെ ചില ന്യൂനതകൾ കർത്താവ് കാണിച്ചു തരാൻ തുടങ്ങി. നിങ്ങളുമായിട്ട് ഞാനത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെ നിങ്ങൾ ഓർക്കും ഈ തങ്കച്ചൻ ചേട്ടനൊരു വിശുദ്ധനാണെന്ന് ഓർക്കും. കാരണം തങ്കച്ചൻ ചേട്ടൻ നിങ്ങളെ പുറക്കുള്ള വെറും പാവിയും ബലഹീനമായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ എന്നെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ചില നിഷ്ഠകളുണ്ട്. ഞാൻ എവിടെ പണിയാൻ പോയാലും ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണമാണ് ചേമ്പും ചേനയും, എവിടുന്ന് കിട്ടിയാലും എനിക്ക് ഇഷ്ടമില്ല. ഞാനിത് കഴിക്കുകയല്ല, വെറുപ്പായിരിക്കും ഈ ഭക്ഷണം കാണുന്നത്. എൻ്റെ പണിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രഘോഷിക്കാൻ വരണമെങ്കിൽ ഇന്നത്തെ പണിയും കൂടെ ഞാൻ ഇന്നലെ ചെയ്യും. മനസ്സിലായോ? ഒരു ദിവസം ഞാൻ 50 തെങ്ങയില കയറുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിക്കാൻ വരുമ്പോൾ എൻ്റെ പണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ 100 തെങ്ങ കയറും. എന്നിട്ടാണ് ഇന്നത്തെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് പണി ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും. ഒരു ദിവസം ഞാൻ ഓവറായിട്ട് പണി ചെയ്തു, നേരം വെളുത്തപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. ഞാൻ തീരുമാനിച്ചു ഇന്ന് പണിക്ക് പോകണ്ട. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, കാപ്പി കുടിക്കേണ്ട സമയത്ത്, എൻ്റെ ജീവിത പങ്കാളി എനിക്കിഷ്ടമില്ലാത്ത ചേമ്പ് പുഴുങ്ങിയത് എടുത്തുകൊണ്ട് വന്ന്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് അരിശം വന്ന് ഞാൻ ചിന്തിച്ചു, വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്നേ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീട്ടിലേക്ക് ഓടി ചെല്ലുക. ഒരു കരിസ്മാറ്റിക്കുകാരൻ്റെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. അദ്ദേഹം ചെന്നപ്പോഴേ എന്നോട് പറയുവാണ്: തങ്കച്ച, ചൂടാറും മുമ്പ് നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ വീട്ടിൽ നിന്ന് ചൂടായിക്കൊണ്ടാണ് വരുന്നത്, പുള്ളി ദർശനത്തിലൂടെ മനസ്സിലായതായിരിക്കും എന്നോർത്തിട്ട് ഞാൻ പറഞ്ഞു: ശരിയാ ചേട്ടാ, ചൂടാറും മുമ്പ് നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു പ്ലേറ്റ് ചൂട് ചേമ്പ് പുഴുങ്ങിയത് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവേ, ഈ മനുഷ്യൻ പറഞ്ഞത് ചേമ്പ് പുഴുങ്ങിയത് ചൂടാറുന്നതിൻ്റെ മുമ്പ് തിന്നാണല്ലോ. അന്ന് ആ ചേമ്പ് പുഴുങ്ങിയത് തിന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു: എനിക്കിന്ന് പണി കിട്ടി. 8 ദിവസം കഴിഞ്ഞ് ഇതുപോലൊക്കെ തന്നെ ഒരു അനുഭവം. നേരം വെളുത്തപ്പോൾ എഴുന്നേക്കാൻ പോലും പറ്റിയല്ലാത്തൊരവസ്ഥകൾ. പണിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. പള്ളി കഴിഞ്ഞപ്പോഴത്തെ കോൺവെൻറ്റിലെ സിസ്റ്റർമാരെന്നോട് പറഞ്ഞു: തങ്കച്ചൻ ചേട്ടാ, ഞങ്ങളുടെ മഠത്തിൽ ഒരൊറ്റ തേങ്ങ പോലും ഇല്ല, ഒരു 3 തെങ്ങ കയറി തേങ്ങ ആയിട്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു: സിസ്റ്ററെ, 3 തെങ്ങ പോയിട്ട് ഒരു തെങ്ങ പോലും കയറാനുള്ള ആരോഗ്യം എനിക്കില്ല. ഉടനെ ഞാൻ വീട്ടിൽ ചെന്നു. കാപ്പി കുടിക്കേണ്ട സമയം ചേന പൊടുങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളി. ഈ ചേന പൊടുങ്ങി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അരിശം വന്നു. ഞാൻ മുറ്റത്തോട്ടിറങ്ങി വേറെ എവിടെയെങ്കിലും പണിക്ക് പോകാം. എൻ്റെ ചെവിയുടെ പിന്നിൽ നിന്നൊരു സ്വരം: പൊന്നു മോനെ തങ്കച്ച, ഇന്ന് നീ ഏത് വീട്ടിൽ ചെന്നാലും നിനക്ക് ചേന പൊടുങ്ങിയത് മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ് അത് മനസ്സിലിരിക്കട്ടെ. ഞാൻ ചിന്തിച്ചു, ചേന പുഴുങ്ങിയതില്ലാത്ത വീട് ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എല്ലാ പറമ്പിലും ചേനയുണ്ട്. ചേനയില്ലാത്ത ഒരൊറ്റ പറമ്പോ എനിക്കറിയത്തുള്ളൂ. ഗവൺമെൻറ്റിലെ പറമ്പിൽ ചേനയില്ല.
അത് തന്നെയില്ല, നീ ഏത് വീട്ടിൽ ചെന്നേലും ചേന പുഴുങ്ങിയത് കിട്ടുവോളെന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് വീടല്ലല്ലോ. ഏതായാലും ഞാൻ മഠത്തിലോട്ട് ചെല്ലുക. മഠത്തിലോട്ട് ചെന്നപ്പോൾ സിസ്റ്ററിനോട് പറയാണ്, ഓ രാവിലെ എന്നാ ഗമയായിരുന്നു, അവിടെ വേദന ഇവിടെ വേദന, എന്തുകൊണ്ടാണ് തങ്കച്ചൻ ഇമ്മ പണിക്ക് വന്നത്? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എല്ലാം കൊണ്ടും എൻ്റെ വീട്ടിൽ ഇന്ന് അനുകൂലമായിരുന്നു. അപ്പം സിസ്റ്റർ എന്നോട് പറയുക, ഞങ്ങൾക്കും ഇന്ന് എല്ലാം കൊണ്ടും അനുകൂലമാണ്. സിസ്റ്ററിനും അനുകൂലമാണ്, എനിക്കും അനുകൂലമാണ്. എനിക്ക് മനസ്സിലായി ചേന പുഴുങ്ങി വെച്ചിട്ടില്ലെന്നുള്ള എനിക്ക് ഉറപ്പായി. ഉടനെ സിസ്റ്റർ എന്നോട് പറഞ്ഞ് 5 മിനിറ്റ് താമസമുള്ളൂ, ചമ്മന്തി അരയ്ക്കുന്ന താമസമുള്ളൂ, കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ്. ചമ്മന്തി എന്ന് കേട്ടപ്പോഴേ ഞാൻ ചേരുംപടി ചേർത്ത് നോക്കി. ചമ്മന്തിയും ചേനയും ചേരിയല്ല, ചമ്മന്തിയും ദോശയാണ് ചേരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ദോശ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പയ്യെ ചമ്മന്തിയൊക്കെ അരച്ചിട്ട് വന്നാൽ മതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു പ്ലേറ്റ് ചേന പുഴുങ്ങിയതും ഒരു പ്ലേറ്റിൻ്റെ ഇച്ചിരി കാന്താരിമുളക് അരച്ചതായിട്ട് സിസ്റ്റർമാർ വരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവേ ഈ സിസ്റ്റർമാരുടെ ഭാഷ ഇതാണല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചമ്മന്തി എന്നല്ല അതിന് പറയുന്നത്, കാന്താരിമുളക് അരച്ചതെന്നാണ് പറയുന്നത്. കാന്താരിമുളക് അരയ്ക്കേണ്ട താമസമുള്ളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് അഭിനയിച്ചിട്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് ചാടിയേനെ. നോമ്പ് കാലത്ത് എൻ്റെ വികാരി അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ 50 ദിവസവും കുരിശിൻ്റെ വഴി ധ്യാനിക്കാറുണ്ട്. ഈ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ 14 സ്ഥലത്തും 14 നിയോഗങ്ങൾ ഞാൻ വെക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചോ, കുരിശിൻ്റെ വഴി പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു. 50 ദിവസം കുരിശിൻ്റെ വഴി ധ്യാനിക്കുവാണ്. 14 സ്ഥലത്തും 14 നിയോഗങ്ങൾ വെക്കും. ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ 1000 ജപമാലയെങ്കിലും ചൊല്ലിയിട്ട് ഞാൻ എഴുതിയ പുസ്തകമാണ്. ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കും, കർത്താവേ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ എഴുതുന്ന പുസ്തകത്തിന് ഒത്തിരി അഭിഷേകം ഉണ്ടാകണം. ഒരിടത്ത് ഞാൻ പറയും, കർത്താവേ എനിക്കൊരു വിശുദ്ധനായിട്ട് മാറണം. ഒരിടത്ത് ഞാൻ പറയും, കർത്താവേ ഈ ചേമ്പും ചേനയും വലിയൊരു വിഷയമാണ്, ഇത് പരിഹരിക്കാനുള്ള കൃപ നീ എനിക്ക് തരണം. 1 or 2 ദിവസമല്ല, 50 ദിവസം പ്രാർത്ഥിച്ചു, ഈ ചേമ്പും ചേനയും പരിഹരിക്കാനുള്ള കൃപ തരണം. 51ാമത്തെ ദിവസം കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് ഒരു കോൺവെൻറ്റിലേക്ക് എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. 6 മുതൽ 9 വരെയാണ് ക്ലാസ്. എന്നോട് ചെന്നപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞു, തങ്കച്ചൻ ചേട്ടാ 6-ന് നമ്മൾ ക്ലാസ്സിന് കയറി കഴിഞ്ഞ് 9-നോ ഇറങ്ങുള്ളൂ, ഇച്ചിരി കാപ്പി കുടിച്ചിട്ട് അങ്ങ് പോയേ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പ്ലേറ്റ് ചേന പുഴുങ്ങിയതും വലത് കൈയിൽ ചേന പുഴുങ്ങിയതും ഇടത് കൈയിൽ ഏത്തക്കാ ബോളി. നിങ്ങളുടെ നാട്ടിൽ പഴംപൊരി എന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാട്ടോ. അകലേന്ന് വന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഫലം വരും. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് 1 or 2 ദിവസമല്ല 50 ദിവസമാണ് നിന്നോട് ഈ ചേമ്പും ചേനയും പരിഹരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചത്. ഉടനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ്, നിനക്കത് പരിഹരിക്കാനുള്ള കൃപ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പരിഹരിക്കാനുള്ള കൃപ തന്നിട്ടുണ്ടെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചേന തിന്നണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈശോയുടെ വാക്ക് പറഞ്ഞു, ഈശോയെ ആ സിസ്റ്ററിൻ്റെ വലത് കയ്യിലിരിക്കുന്ന ചേന പുഴുങ്ങിയത് മൊത്തം തിന്ന് തീർന്നിട്ടോ, ഇടത് കയ്യിലിരിക്കുന്ന ഏത്തക്കാ ബോളിയിലേക്ക് ഞാൻ നോക്കുകയുള്ളൂ. ഈശോയ്ക്കൊരു വാക്ക് കൊടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മേശപ്പുറത്ത് കൊണ്ടുവച്ചു, ഭക്ഷണം കൊണ്ടുവച്ചു. എൻ്റെ നെല്ലിപ്പാറ മഠത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിന്ന ചേന, ആ ഭക്ഷണം എനിക്ക് അവിടെ വെച്ച് വളരെ സന്തോഷത്തോടുകൂടി തിന്നാൻ സാധിച്ചു. അതിൻ്റെ രുചി എനിക്ക് നിങ്ങളോട് വിവരിക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ചേന പുഴുങ്ങിയതിനാണോ മാറ്റം ഉണ്ടായത്, എനിക്കാണോ മാറ്റം ഉണ്ടായത്?